സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പോൾ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പോൾ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊന്നും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു, അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ച് കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ G. സുധാകരൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്.